പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഫ്രഞ്ചുകാരെ നടുക്കിക്കളഞ്ഞ ഓർലിയൻസിലെ ധീര വനിതയായിരുന്നു ജോൺ ഓഫ് ആർക്ക്. ചരിത്ര വായനയിൽ ധീര വനിതകളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ജോൺ ഓഫ് ആർക്ക് എന്ന മഹിളാരത്നം ലോകത്തിന് നൽകുന്ന വിശേഷപ്പെട്ട മാതൃക ആർക്കും അവഗണിക്കാൻ ആവാത്തതാണ്. അത്രയ്ക്ക് ധൈര്യപൂർവം ശത്രു സൈന്യങ്ങളോട് എതിരിടാൻ അവൾ ശക്തിയായിരുന്നു എന്നാണ് ചരിത്രം അവളെക്കുറിച്ച് പറയുന്നത്. ഫ്രഞ്ചുകാരുമായിട്ടുള്ള പോരാട്ടത്തിൽ ശക്തമായി തിരിച്ചടിക്കാൻ ജോൺ ഓഫ് ആർക്കിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തിന് സാധിച്ചു എന്നുള്ളത് നിസാര കാര്യമല്ല. അത്രമാത്രം ചടുലമായ നീക്കങ്ങളും ആത്മധൈര്യവും ദൃഢനിശ്ചയവും ജോൺ ഓഫ് ആർക്കിന്റെ വിജയത്തിന്റെ രഹസ്യമായിരുന്നു. ഓർലിയൻസിൽ നിന്ന് ശത്രു സൈന്യത്തെ തുരത്തിക്കളഞ്ഞിട്ട് ഭരണം ചാൾസിനെ ഏൽപ്പിക്കാനായി ജോൺ ഓഫ് ആർക്ക് ഏറ്റെടുത്ത ത്യാഗം, പോരാട്ടം, അത് എന്നും ലോകചരിത്രം ഓർത്തുവെക്കുന്ന ഒന്നാണ്. അത്രമാത്രം ധീരോദാത്തമായ ഒരു പോരാട്ടമാണ് ജോൺ ഓഫ് ആർക്ക് കാഴ്ചവെച്ചത്. എന്നാൽ ശക്തമായ പോരാട്ടത്തിന്റെ മധ്യേ ശത്രു സൈന്യത്തിന്റെ കയ്യിലകപ്പെട്ടുപോയ ജോൺ ഓഫ് ആർക്ക് വളരെ ദാരുണമായിട്ടാണ് ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങളെ കഴിച്ചുകൂട്ടിയത്. ചരിത്രത്തിന്റെ പുനർവായനയിൽ ജോൺ ഓഫ് ആർക്ക് നമുക്ക് സമ്മാനിക്കുന്ന കണ്ണുനീർ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള അവളുടെ പുഷ്പാർച്ചനയായിരുന്നു. അതിവീറോടും ശക്തിയോടും കൂടി സ്വന്തം നാടിനു വേണ്ടി പോരാടിയ ജോൺ ഓഫ് ആർക്ക്. എന്നാൽ പോരാട്ടങ്ങളുടെ ഇടയിൽ ഒരു അഭിശപ്ത മുഹൂർത്തത്തിൽ ശത്രു സൈന്യത്താൽ വളയപ്പെട്ട ജോൺ ഓഫ് ആർക്ക് അവസാന നിമിഷം വരെ ഇഞ്ചോടിഞ്ച് പോരാടിയെങ്കിലും ശത്രുവിന്റെ കയ്യിലകപ്പെട്ടുപോയ അവൾ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ ഏറെ വേദനയോടെയാണ് കഴിച്ചുകൂട്ടിയത്. ദേഹമൊന്നനക്കാൻ പോലും സാധിക്കാതെ ഇരുമ്പ് ചങ്ങലകളാൽ മുറുക്കപ്പെട്ടപ്പോൾ അവൾ അവസാന നിമിഷവും അയ്യോ രക്ഷിക്കണമേ എന്നല്ല നിലവിളിച്ചത്, മറിച്ച് സ്വന്തം നാടിനു വേണ്ടി ഉശിരോടെ അവൾ ആർത്ത് വിളിച്ചുകൊണ്ടിരുന്നു. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ജോൺ ഓഫ് ആർക്കിനെ വിശാലമായ ഒരു മൈതാനത്തിലേക്ക് ശത്രുക്കൾ കൊണ്ടുപോയി. അവിടെ വിറകടുക്കി ആ വലിയ വിറക് കൂനയ്ക്ക് തീ കൊടുത്തതിന് ശേഷം ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട ജോൺ ഓഫ് ആർക്കിനെ ആ തീയുടെ മുകളിലേക്ക് കൊണ്ടുവരികയാണ് അവർ ചെയ്തത്. അങ്ങനെ തീപ്പൊള്ളലേറ്റ് അത്യുഷ്ണത്തിൽ വെന്തിരിഞ്ഞ് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ അഗ്നിഗോളങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ ജോൺ ഓഫ് ആർക്ക് ധ്യാന നിമഗ്നയായിരുന്നു എന്നാണ് ചരിത്രം അവളെക്കുറിച്ച് പറയുന്നത്. അന്ത്യനിമിഷങ്ങളിൽ ദേശസ്നേഹിയായ അവൾ സ്വന്തം രാജ്യത്തിനു വേണ്ടി ഉറക്കെ അലറി വിളിച്ചതിന് ശേഷം ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങൾ ധ്യാനനിമഗ്നയായി ശാന്തമായി യേശുവിന്റെ നാമം ഉരുവിട്ട് മരണത്തെ വീരോചിതമായി പുൽകി എന്നാണ് ജോൺ ഓഫ് ആർക്കിന്റെ അവസാന നിമിഷങ്ങളെ കുറിച്ച് നാം വായിക്കുന്നത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ വേദനകളിലൂടെയും പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ മനസ്സിന് ശക്തിയില്ലാതായി പോകുന്നത് നമ്മൾ തിരിച്ചറിയാറുണ്ട്. പലപ്പോഴും പതറിയും ചിതറിയും നമ്മുടെ ചിന്തകൾ നമ്മെ ശ്വാസം മുട്ടിക്കാറുണ്ട്. അശക്തരായി പോകുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകാറുണ്ട്. എന്നാൽ അവസാന നിമിഷത്തിലും പോരാട്ട വീര്യം നഷ്ടപ്പെടാതെ അതിശക്തമായി മുന്നേറിയ ജോൺ ഓഫ് ആർക്ക് നമ്മളുടെ മുന്നിൽ വെക്കുന്ന മാതൃക
വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. ജീവിതത്തിന്റെ അന്ത്യനിമിഷങ്ങളെ പോലും ഒരു കൂദാശയുടെ വിശുദ്ധിയിൽ ഏറ്റെടുക്കാൻ സാധിക്കുക, മരണമാണ് മുന്നിൽ നിൽക്കുന്നതെന്നറിഞ്ഞിട്ടും ഒരു ചെറുപുഞ്ചിരിയോടുകൂടെ മരണത്തെ സ്വീകരിക്കാൻ സാധിക്കുക, അത് എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല. പോരാട്ട വീര്യം ഉള്ളിൽ സൂക്ഷിച്ച് ദൃഢനിശ്ചയത്തോടെ പോരാടി ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളെ അനുഗ്രഹപൂർണമാക്കി തീർക്കാൻ സന്നദ്ധരാകുന്നവർക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നതാണ് ആ നിമിഷങ്ങളൊക്കെ. സ്നേഹമുള്ളവരെ, ജീവിതത്തിലെ ദുരന്തങ്ങൾ, തീ അനുഭവങ്ങൾ നേരിടേണ്ടി വരുമ്പോഴൊക്കെ ജോൺ ഓഫ് ആർക്കിനെ ഓർക്കുക. അവസാന നിമിഷമാണിതെങ്കിൽ വീരോചിതമായി ഞാൻ അതിനെ നേരിടുമെന്ന് ആത്മധൈര്യത്തോടെ പറഞ്ഞ് ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളെ പോലും വിസ്മയിപ്പിക്കുന്നതാക്കി തീർക്കുക. ചുറ്റുള്ളവർക്ക് അതൊരു മാതൃകയായി തീരട്ടെ. തളർന്നു പോകാതെ, തകർന്നു പോകാതെ നമുക്ക് മുന്നോട്ട് യാത്ര ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും ധൈര്യവും നിറഞ്ഞ അനുഗ്രഹീതമായ ദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യനാ